ഹലോ ഓൾ, എജുമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മാത്സിലെ LCM ആൻഡ് HCF ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ എജുമേഡ് അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് LCM എന്നാൽ എന്ത്? വാട്ട് ഈസ് LCM? LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനെയാണ് LCM എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി വാട്ട് ഈസ് HCF? HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മാത്രം മാറ്റിയാൽ ബാക്കിയുള്ള ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്നും ഹയസ്റ്റ് ഫാക്ടർ, ഈ രണ്ട് വേർഡ് മാത്രം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുകയാണ്. എന്താണ് ലീസ്റ്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്താണ് ഹയസ്റ്റ് ഫാക്ടർ? ഞാൻ 8 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. 8, ഇവിടെയും 8 തന്നെയാണ് എക്സാമ്പിൾ. 8ൻ്റെ മൾട്ടിപ്പിൾ എന്തെല്ലാമായിരിക്കും? വാട്ട് ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 8? 8ൻ്റെ മൾട്ടിപ്പിൾ ഏതെല്ലാം? 8 × 1 8. 8 ഒരു 8ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി 8 × 2 16, 8 × 3 24, 8 × 4 32, എറ്റ്സെട്ര 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 എറ്റ്സെട്ര. ഇനി താഴോട്ട് നമുക്ക് ഇനിയും ചെയ്യാം, സ്റ്റേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി HCF ആണെങ്കിലോ 8ൻ്റെ ഫാക്ടർ. 8ൻ്റെ ഫാക്ടേഴ്സ് ഓഫ് 8 ഏതൊക്കെയായിരിക്കും? എന്താണ് ഫാക്ടർ? ഒരു സംഖ്യയുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 4ൻ്റെ ഫാക്ടർ ഏതെല്ലാമാണ്? നമുക്ക് 4നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. അതാണ് 4ൻ്റെ ഫാക്ടേഴ്സ്, അല്ലേ? യെസ്. അതുപോലെ അപ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ഏതൊക്കെ പറയാം? ഒന്ന്, നമുക്ക് 8 പറയാം. പിന്നെ നമുക്ക് 4 പറയാം, 2 പറയാം, 1 പറയാം. ഈ പറയുന്ന ഇത്രയും സംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന 8നെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയും. സോ ദ ഫാക്ടേഴ്സ് ഓഫ് 8, 4, 2 ആൻഡ് 1. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ എന്നാൽ എന്ത്, ഫാക്ടർ എന്നാൽ എന്തെന്ന് പഠിച്ചു. ഇനി ആദ്യമുള്ള ആ രണ്ട് വേർഡ്, എന്താണ് ലീസ്റ്റ്, എന്താണ് ഹയസ്റ്റ്? നോക്കുക, നമ്മൾ എന്തിനായിരിക്കും ഇവിടെ ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞത്? ലീസ്റ്റ് മൾട്ടിപ്പിൾ കാരണം ഞാൻ ഇവിടെ നിന്ന് 8ൻ്റെ ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഏത് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റില്ല. കാരണം ഇതിന് പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഇൻഫിനിറ്റിയാണ്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. 8 × 5, 8 × 6, 8 × 7, 8 × 8, 8 × 9, അങ്ങനെ ഇൻഫിനിറ്റി പോയിക്കൊണ്ടിരിക്കും, അല്ലേ? ദ ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റി പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി ഫോർ ദ കേസ് ഓഫ് 8, എല്ലാത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? 8 × 1, 8 × 2, 8 × 3, 8 × 4, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്കവിടെ ഹയസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അത് ഇൻഫിനിറ്റിയാണ്. ഹയസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും ലീസ്റ്റ് മൾട്ടിപ്പിൾ ഏതാണ്? 8ൻ്റെ ഏറ്റവും ചെറിയ ഗുണിതം നമുക്ക് ഉറപ്പായിട്ടും പറയാം 8 തന്നെയാണ്. ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8, ഇറ്റ് വിൽ ബി 8. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഹയസ്റ്റ് എന്ന് പറഞ്ഞത്? ഒരു സംഖ്യയുടെ ഫാക്ടർ, ദ ഫാക്ടർ ഓഫ് എ നമ്പർ എന്തായിരിക്കും? ആ സംഖ്യയെക്കാളും ചെറുതായിരിക്കും. ലെസ് ദാൻ ദാറ്റ് ഓഫ് നമ്പർ. ഇവിടെ ഇപ്പോൾ 8 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് 8, 4, 2, 1 അതിനേക്കാളും ചെറുതായിരുന്നു. ലെസ് ദാൻ 8 ആയിരുന്നു. ലെസ് ദാൻ 8, അല്ലേ? ഫാക്ടേഴ്സ് ലെസ് ദാൻ ദ നമ്പർ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ ഏറ്റവും ഹയസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ഫാക്ടർ ഏതാണ്? ഹയസ്റ്റ് ഫാക്ടർ ഓഫ് 8. ഹയസ്റ്റ് ഫാക്ടർ ഓഫ് 8 അത് എത്ര തന്നെയാണ്? 8 തന്നെയാണ്, അല്ലേ? ഏറ്റവും വലിയ 8ൻ്റെ ഫാക്ടർ 8 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഹയസ്റ്റ് മൾട്ടിപ്പിൾ എടുത്തില്ല? കാരണം ഇത് ഇൻഫിനിറ്റിയിൽ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തത്? നമ്മൾ ആൽഫ എടുത്തത്.
അതാണ് നമ്മൾ ലീസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്നത്, ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്നത്. ഏറ്റവും വലിയ മൾട്ടിപ്പിൾ എന്ത് ചെയ്യാൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ആണെങ്കിലോ, ഫാക്ടറിൻ്റെ കേസിലാണെങ്കിലോ നമുക്ക് ഹയസ്റ്റ് ഫാക്ടർ കാണാൻ പറ്റും. എത്ര? 8. ഏറ്റവും വലിയ ഫാക്ടർ കാണാൻ പറ്റും 8. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ലീസ്റ്റ് മൾട്ടിപ്പിളും ഹയസ്റ്റ് ഫാക്ടറും കോമൺ ഇതുവരെ നോക്കിയിട്ടില്ല. കോമൺ അവിടെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്നാൽ എന്ത്, ഹയസ്റ്റ് ഫാക്ടർ എന്നാൽ എന്ത്, നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നമ്മൾ കോമൺ എന്ന വാക്കുകൂടെ കൊണ്ടുവരാൻ വരുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ ഇവിടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇനി നമ്മൾ 3 വാക്കിനെയും ഒരുമിച്ചെടുക്കുകയാണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് നോക്കാം. കോമൺ മൾട്ടിപ്പിൾ 3ൻ്റെയും 4ൻ്റെയും, ഇപ്പം സപ്പോസ് 2 നമ്പേഴ്സ്, എക്സാമ്പിൾ 2 നമ്പേഴ്സ്, ഞാൻ 3ഉം 4ഉം എടുക്കുകയാണ്, 3ഉം 4ഉം. 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ഏതെല്ലാമാണ്? കോമൺ മൾട്ടിപ്പിൾസ് 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് ഏതെല്ലാമാണ്? നമുക്ക് പറയാം 12 പറയാം, 12, 24, 36, 48, ഇൻഫിനിറ്റി പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ടു ഇൻഫിനിറ്റി ആണല്ലോ. ഇതാണ് 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ്. ഇവിടെ നിങ്ങൾ കോമൺ എന്നൊരു വാക്കിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കോമൺ 3ൻ്റെയും 4ൻ്റെയും പൊതുവായിട്ടുള്ള ഗുണിതങ്ങളാണ് 12, 24, 36, 48 എക്സെട്ര. ഇനി ഞാൻ ഇവിടെ ഹയസ്റ്റ് ഫാക്ടർ എടുക്കുകയാണ്, 12ൻ്റെയും 18ൻ്റെയും ഫാക്ടർ. ഫാക്ടേഴ്സ്, common factors of 12 and 18. 12ൻ്റെയും 18ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് നമുക്ക് ഏതൊക്കെ പറയാം? 2 പറയാം, 3 പറയാം, 6 പറയാം. ആണോ അല്ലേ? കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെ പറയാം? കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 and 18 ഏതൊക്കെ പറയാം? 2 പറയാം, 3 പറയാം, 6 പറയാം. 2 പറയാം, 3 പറയാം, 6 പറയാം. ഈ 3 സംഖ്യ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 12നെയും 18നെയും നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിളാണ് 12, 24, 36, 48 എക്സെട്ര. ഇനി ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എത്രയായിരിക്കും? 3ൻ്റെയും 4ൻ്റെയും ലീസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള, രണ്ടിനും പൊതുവായിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? 3നും 4നുമുള്ള ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ 12 അല്ലേ? 12 അല്ലേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 12. ഇതാണ് നമ്മുടെ കഥയുടെ കഥാനായകൻ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ടിനും പൊതുവായിട്ടുള്ള ഏറ്റവും ചെറിയ ഗുണിതം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 12. ഇനി ഇവിടെ നിന്ന് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2ലെയും 3ൻ്റെയും 6ലെയും ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ ഏതാണ്? ഹയസ്റ്റ് ഫാക്ടർ ഇറ്റ് വിൽ ബി 6. 12ൻ്റെയും 18ൻ്റെയും ഏറ്റവും വലിയ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, നേരത്തെ ലീസ്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഹയസ്റ്റ്. എന്തിന് ലീസ്റ്റ്, എന്തിന് ഹയസ്റ്റ് എടുത്തു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? ഇറ്റ് വിൽ ബി 6. 12ൻ്റെയും 18ൻ്റെയും ഏറ്റവും വലിയ ഫാക്ടർ 6. ഏറ്റവും വലിയ ഫാക്ടർ 6. നമുക്കിതിന് എന്ത് നോട്ട് പറയാം? ഇവിടുത്തെ ഒരു നോട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? HCF can divide both number completely. ഈ 2 സംഖ്യയെയും HCF കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയൂലേ? ഉറപ്പായിട്ടും കഴിയും. കഴിയൂലേ? കഴിയും. ഇനിയാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം HCFനെ പറ്റി പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കുക. ഇവിടെ 12ൻ്റെയും HCF ഓഫ്
12 ആൻഡ് 18 നമുക്ക് എത്രയെന്ന് കിട്ടി? നമുക്ക് 6 കിട്ടി അല്ലേ? HCF വിൽ ബി 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്പറിൻ്റെ ദ റേഷ്യോ ഓഫ് ദ ഗിവൺ നമ്പർ ഗിവൺ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ കാണാമെന്ന് അറിയാമോ? രണ്ട് സംഖ്യകൾ 12ഉം 18ഉം ഉണ്ട്. അവ തമ്മിലെ റേഷ്യോ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ രണ്ട് സംഖ്യയുടെയും HCF കൊണ്ട് അവയെ ഹരിച്ചാൽ മതി. രണ്ട് സംഖ്യകൾ 12ഉം 18ഉമാണ് നമുക്ക് തന്നിരുന്നത്. അതിൻ്റെ HCF കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. നമുക്കതിൻ്റെ റേഷ്യോ കിട്ടും. ഇതിനെ 6 കൊണ്ട് ഹരിക്കണം, ഇതിനെയും 6 കൊണ്ട് ഹരിക്കണം. ഇവിടെ എത്ര കിട്ടും? 2 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 6 3 18 2:3. ക്ലിയർ ആയോ? രണ്ട് നമ്പർ തന്നിട്ട് അവയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യകളുടെ HCF കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ തന്ന സംഖ്യകൾ 12ഉം 18ഉം ആയിരുന്നു. അവയുടെ HCF 6 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദ ഗിവൺ നമ്പർ, ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെയും റേഷ്യോ കാണാൻ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും HCF കൊണ്ട് ഹരിക്കണം. ഇതിന് ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമുക്കിങ്ങനെ പറയാം, if two numbers P and Q, their HCF is R, then the ratio of the numbers ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പീനെ അതിൻ്റെ HCF കൊണ്ട് ഹരിക്കണം, ഈസ്റ്റു ഈ ക്യൂവിനെയും അതിൻ്റെ HCF കൊണ്ട് ഹരിക്കണം. നമുക്ക് എന്ത് കിട്ടും? അവയുടെ റേഷ്യോ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് സംഖ്യകൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതായത് 12ഉം 18ഉം. അവയുടെ HCF എത്ര? അവയുടെ HCF 6. എന്ത് ചെയ്താൽ മതി? അവയുടെ റേഷ്യോ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 12നെയും 18നെയും അതിൻ്റെ HCF ആയിട്ടുള്ള 6 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ആൻസർ കിട്ടും 6 2 12 ഈസ്റ്റു 6 3 18 2:3 ഈസ് ദ ആൻസർ. ഇതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിൻ്റാണ്. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു കീ പോയിൻ്റാണ്. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇത്രയുമാണ് LCM ആൻഡ് HCFൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ പറഞ്ഞ ഇത്രയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. LCMനെ പറ്റിയും HCFനെ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് എഡ്യൂമേറ്റ് അക്കാഡമി. താങ്ക് യു വെരി മച്ച്.